ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിന്റെയും നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും എത്തുന്നതായിരിക്കും. അപ്പോൾ നാളത്തെ അലീനയുടെയും മനുവിന്റെയും വിശേഷത്തിലേക്ക് പോകുമ്പോൾ അലീനയെ പുറത്താക്കുവാൻ വേണ്ടി വലിയൊരു പടക്കൂട്ടം തന്നെ ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും എത്തുന്നത് ബാലചന്ദ്രൻ വളരെ ഒരു പക്വതയോടുകൂടി എല്ലാവരെയും സ്വീകരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അലീനയെ പുറത്താക്കുവാനുള്ള വലിയൊരു ആവേശം നമ്മുടെ വൈചൈതന്യ മുഖത്തും അതുപോലെ തന്റെ ബന്ധുക്കാരെയും അതുപോലെ കരയോഗം പ്രസിഡന്റിന്റെയും ജനപ്രതിനിധികളെയെല്ലാം കണ്ടപ്പോൾ രോമാഞ്ചം കൊണ്ട് നിൽക്കുന്ന വൈജയന്തിയെ കാണാം. കാരണം തനിക്ക് ചോദിക്കുവാനും പറയുവാനും ആളുണ്ട്, തന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ആളുകൾ ഉണ്ട്, താൻ ഒറ്റയ്ക്കല്ല എന്ന് ബാലചന്ദ്രന്റെ മുൻപിൽ കാണിക്കുവാൻ വേണ്ടി കൊതിച്ചു നിൽക്കുന്ന വൈജയന്തിനെ കാണാം. അതിനുവേണ്ടി എത്രയും വേഗം പോയി പപ്പായ അച്ഛനെ വിളിച്ചോണ്ട് വാടി എന്ന് പറഞ്ഞ് ബബിതയെ പറഞ്ഞുവിടുന്ന ഒരു ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാട്ടോ. അങ്ങനെ എന്തായാലും തന്റെ വീട്ടിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളല്ലെങ്കിലും എത്തിയ അതിഥികളെ വളരെ സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ആദരിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ കേൾക്കുവാൻ വേണ്ടി ബാലചന്ദ്രൻ ഇറങ്ങിച്ചെല്ലുകയാണ്. ഈ സമയത്ത് ഇറങ്ങിച്ചെല്ലുന്നതിന് മുൻപ് തന്നെ നമ്മുടെ അലീനയ്ക്ക് വേണ്ടി വലിയൊരു സംരക്ഷണം ഒരുക്കി തന്റെ മുറിയിൽ പൂട്ടി അല്ലെങ്കിൽ ഒളിപ്പിച്ചല്ലെങ്കിൽ അലീനയുമായിട്ട് ആരും സംസാരിക്കാതെ ഇരിക്കാൻ വേണ്ടി ഒരു സംരക്ഷണ വലയം ഒരുക്കിയിട്ടാണ് ബാലചന്ദ്രൻ ഇറങ്ങിച്ചെന്ന് എല്ലാവരുമായി സംസാരിക്കുന്നത്. വളരെ ലളിതമായും സൗമ്യമായും സംസാരിച്ച ഒടുവിൽ തന്റെ അളിയന്മാരായ ശിവനും രാജീവും വാക്കുകൾ അതിരുകടക്കുന്നു എന്ന് ബാലചന്ദ്രൻ മനസ്സിലാക്കുകയാണ്. ഈ സമയത്ത് അല്ലെങ്കിൽ മൂത്ത ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ കാരണവന്മാരുള്ളത് കൊണ്ട് തന്നെ അവരുമായിട്ട് ബാലചന്ദ്രൻ സംസാരിക്കുന്നു. മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് വൈജയന്തി എന്നിട്ട് ഇടപെടുകയാണ്. വൈജയന്തി ഇടപെട്ട് പറയും, എന്തുകൊണ്ട് നിങ്ങൾക്ക് അലീനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടുകൂടാ? ഞാൻ ഒന്ന് പറഞ്ഞു വിട്ടതല്ലായിരുന്നു എന്ന് ചോദിക്കുകയാണോ. ഈ സമയത്ത് ബാലചന്ദ്രൻ വൈജയോട് പറഞ്ഞത്, വൈജയ്, എനിക്ക് നിന്നോട് സംസാരിക്കാനൊന്നുമില്ല, എനിക്ക് സംസാരിക്കാനുള്ളതൊക്കെ ഞാൻ സംസാരിച്ചു, ഇനി സംസാരിക്കാൻ നിനക്ക് വേണ്ടി സംസാരിക്കാനും വന്നവരുണ്ടല്ലോ, അവരോട് ഞാൻ സംസാരിച്ചോളാം എന്ന് പറയുകയും അപ്പോൾ പെട്ടെന്ന് ശിവനും രാജീവും കയറി ഇടപെടുകയാട്ടോ. അങ്ങനെ ഇടപെട്ട് വാക്കുകൾ ബാലചന്ദ്രനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആകുകയും അങ്ങനെ അലീനയെക്കുറിച്ചും ബാലചന്ദ്രനെ കുറിച്ചും അപവാദ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യാട്ടോ. അപ്പൊ ഇത് കേട്ടപ്പം ബാലചന്ദ്രൻ അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ശിവനും അതുപോലെ തലയെടുപ്പ് അല്ലെങ്കിൽ മൂത്ത ആൾക്കാരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാത്തത്? ഞങ്ങളോട് പറഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ് അലീനയ്ക്ക് നിന്റെ കുടുംബത്തെക്കാളും നിന്റെ മക്കളെക്കാളും പേരും അംഗീകാരം നീ കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു ബാലചന്ദ്രൻ പറഞ്ഞു, ഞാൻ അവളെ എന്റെ ദത്തുപുത്രിയായിട്ട് എന്റെ മകളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അത് ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ് എന്ന് പറയുകയാണ്. ഈ സമയത്ത് പറയുന്നത് വൈജയന്തി പറയാം, ദത്തുപുത്രിയല്ല, നിങ്ങളുടെ കാമുകിയായിട്ടല്ലേ നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ചോദിക്കട്ടോ. അതിനോടൊപ്പം തന്നെ വൈജയന്തി വാക്കുകൾ കൊണ്ട് ഒരുപാട് ബാലചന്ദ്രനെ വേദനിപ്പിക്കുന്ന രീതിയിൽ, അലീനയെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. ഏതോ പിഴച്ചപ്പറ്റി ഉപേക്ഷിച്ചവളെയാണ് ഇയാൾ കൊണ്ട് തന്റെ ദത്തുപുത്രയാക്കി എടുത്തിരിക്കുന്നത് എന്ന് പറയാം. അപ്പൊ ഇത് കേട്ട ബാലചന്ദ്രൻ പെട്ടെന്ന് ചാടി എണീക്കുകയും പറയുന്നുണ്ട്, എല്ലാവരോടുമായിട്ട് പറയാ, ശരിയാണ്, അവളൊരു പിഴച്ചവളാന്നെയാണ്, ഏതോ ഒരുത്തി പിഴച്ചവൾ പെറ്റ് ഉപേക്ഷിച്ചതാണ്, അവളെ ഞാൻ സംരക്ഷിക്കുന്നതിൽ ഇവിടെ ആർക്കാണ് നഷ്ടം എന്ന് ചോദിക്കുകയും പെട്ടെന്ന് രാജീവ് എടുത്തിയാടി ബാലചന്ദ്രനെ നേരെ കൈ ചൂണ്ടുകയും ചെയ്യുക. ഈ സമയത്ത് കയ്യാങ്കളിയിലേക്ക് എത്തുന്ന ഒരു ഭാഗത്ത് രാജീവല്ല, നമ്മുടെ ശിവൻ ബുദ്ധിപരമായി രണ്ടുപേരും പിടിച്ചു മാറ്റുന്നുണ്ടെങ്കിലും രാജീവ് എല്ലാവരെയും കണ്ടപ്പോൾ വീണ്ടും ബാലചന്ദ്രനെ തല്ലുവാൻ ശ്രമിക്കുമ്പോൾ ആ തല്ല് തിരിച്ചു കൊടുക്കുന്ന ബാലചന്ദ്രന്റെ മാസ് പ്രകടനം നാളത്തെ എപ്പിസോഡിൽ കാണാം. അങ്ങനെ തന്റെ നേരെ കൈ ചൂണ്ടിയ രാജീവിന്റെ ചെവിക്കല്ലടിച്ച് പറിക്കുകയും അങ്ങനെ എല്ലാവരോടും ആ വീട്ടിൽ ഇറങ്ങിപ്പോകുവാനും കൽപ്പിക്കുന്ന ഒരു നല്ലൊരു ദിവസം തന്നെയായിരിക്കും നാളെ. അവസാനമായിട്ട് പറയുന്നുണ്ട് ബാലചന്ദ്രൻ, അലീനയുടെ പ്രശ്നം പറഞ്ഞ് ഇനി ഇവിടെ ആരും നിൽക്കേണ്ട കാര്യമില്ല, ഇതെന്റെ വീടാണ്, എന്റെ വീട്ടിൽ എന്റെ ഇഷ്ടപ്രകാരം ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിച്ചാൽ മതി, അതാരാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും. അലീനയെ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ ആരും നിൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ലെന്നും അങ്ങനെ ഇത് ഞാനാണ് തീരുമാനിക്കുന്നത്, ഇവിടുത്തെ കാര്യം ഞാനാണ് തീരുമാനിക്കുന്നത്, വന്നവർക്ക് വേണമെങ്കിൽ ചായ കുടിച്ചിട്ട് പോകാം, അല്ലാത്ത പക്ഷം അലീനയുടെ പേരും പറഞ്ഞ് ഇനി ഒറ്റെണ്ണം എന്റെ വീട്ടിൽ കാലുകുത്തിയേക്കില്ലെന്ന് അന്തിശ്വാസനവും കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ അവരുടെ നടുവിൽ, ഇനി ഞാനാണ് ഇവിടെ ഭരിക്കുന്നത്, ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കും, ഞാൻ ഏകാധിപതിയായി ഞാൻ ഇവിടെ ഭരിക്കും ജീവിക്കും എന്ന് പറയുകയും അങ്ങനെ താൻ ബാലചന്ദ്രൻ തന്റെ മുറിയിലേക്ക് കയറിപ്പോവുകയും എല്ലാവരും നാണം കെട്ട് വന്ന കാര്യം നടക്കാതെ വൈജയന്തിക്ക് വളരെ ദുഃഖമുണ്ടാകുന്നുണ്ടോ. അങ്ങനെ നാണം കെട്ട് എല്ലാവരും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നൊരു ഭാഗമുണ്ട്. അതിനുശേഷം ബാലചന്ദ്രൻ പോയി അലീനയെ മാറോട് ചേർത്ത് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നാളത്തെ എപ്പിസോഡ്.